ഹായ് നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു റീല് കാണാനിടയായി. ഈ റീല് ചെയ്തത് ഈഗിൾ ഗെയിമറാണ്. നമുക്കെല്ലാവർക്കും അറിയായിരിക്കും. ചിലരൊക്കെ ഈ റീല് കണ്ടിട്ടുണ്ട്. വളരെ വൈറലായ ഒരു റീലാണ്. ഈ റീലിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ടെലഗ്രാമിനെ ദുരുപയോഗിച്ച് അതിൽ നിന്നും വൾഗറായിട്ടുള്ള അഡൽട്ട് കണ്ടന്റ് ഒക്കെ പുറത്തോട്ട് വിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. കുറച്ച് പേരോട് പറയണം തോന്നി. കുറേ ആയി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഈ ചാനലിലൂടെ അത് അറിയിക്കാമെന്ന് വിചാരിക്കുവാണ്. അതിനു മുമ്പായിട്ട് 14 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകണം. അതിന് മുകളിലോട്ടുള്ളവർക്കാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കുറെ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കുറെ പേർക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കാം. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പം. കാരണം ഞാനും ഈ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറയണത് പോലെ കുറെ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പക്ഷെ നിങ്ങളിത് കണ്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാം. സോ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരുവേ. ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇന്നതാണ്, ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സോ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാര്, വിൽക്കുന്നവന്മാര്. ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും 200 രൂപ കൊടുത്താൽ 30 വീഡിയോസ് അവൻ ഉണ്ടാക്കി തരും. ഞാൻ ഇന്നലെ ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ് അവന്റെ അടുത്ത് അമ്മയുണ്ട് ബ്രോ, കോൾ വിളിക്കരുതെന്ന്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, നിനക്ക് ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു എന്ന്. ആൻഡ് അടുത്തത്, ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവന്റെ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം നമ്പർ 1. ഇതൊക്കെ ബിഗിനർ ലെവലിൽ ഞാൻ പറയത്തുള്ളേ. ആൻഡ് നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2 ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന്. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3 ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടില് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അച്ഛൻ, അമ്മ, മോൻ അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മയെന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ 4 ഈസ് കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്.
ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയണത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേന്ന്, എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം. ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ടാ, ഇപ്പം ഈ പറയണ സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ പോലും സേഫ് അല്ല ഈ ടെലഗ്രാം പോലത്തെ സാധനങ്ങളിൽ എന്ന് പറയണം. അത് എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ഓഫ് ആൾക്കാരും ഈ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഇവന്മാർ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിക്കണം. ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എത്ര പേർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. എനിക്കിത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി, വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. ഏറ്റവും സങ്കടം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ആ 15 വയസ്സുകാരനെ പറ്റി പറഞ്ഞ കാര്യമാണ്. ഒരു 15 വയസ്സുകാരനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. അറിയില്ല നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ ഇത് കണ്ടപ്പം ഇത് ഷെയർ ചെയ്യണം തോന്നി. എന്തുകൊണ്ടായിരിക്കാം അവര് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും പണമുണ്ടാക്കാൻ ഈ വിധം മാർഗങ്ങളൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് മനസ്സിലായ കാര്യം, ഒരു ശരിയായ രീതിയിൽ എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. ഇതെങ്ങനെ അവർക്ക് കിട്ടുക? ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ പോലും മൊബൈൽ ഫോണുണ്ട്. അവർ ഇൻ്റർനെറ്റിലാണ്, അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, വീഡിയോ കാണുന്ന റീല് കാണുന്നവരുണ്ട്. ഈ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രായം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിലൊക്കെ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പുറകെ നിൽക്കേണ്ടവർ പാരൻസ് ആണ്. അപ്പം എങ്ങനെ ഒരു പാരൻറ്റിന് എങ്ങനെ ഈ കാര്യങ്ങളിൽ കുറച്ച് അവയർനെസ് അവർക്ക് കൊടുക്കാൻ പറ്റും? ചില മാതാപിതാക്കളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികളെ മൊബൈലിനൊക്കെ വേണ്ടി ചെറുപ്പത്തിലെ വാശി പിടിച്ചിട്ട് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിന് പകരം എത്ര പേര് ഈ ഫോൺ കൊടുക്കും, ഇതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ യൂസ് ചെയ്യരുത്, എന്തൊക്കെ കാണണം, എന്തൊക്കെ കാണരുത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പാരന്റിങ്ങിൽ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന രീതിയും കൂടി പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജോസഫ് എന്ന കുട്ടി ജോസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആളുടെ ഒരു ഏറ്റവും പഴയ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. എനിക്ക് തോന്നുന്നു അതാണ് ആളെ ഏറ്റവും വൈറലാക്കിയ ആദ്യത്തെ വീഡിയോ. അതിലിങ്ങനെ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം കുട്ടിയായ കാലത്ത് ഈ ഫാഷൻ TV, അതായത് അത്യാവശ്യം ന്യൂഡിറ്റിയൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്ന ഒരു ചാനലാണ്. ആ ചാനൽ ഒളിച്ചിരുന്ന് കാണുന്ന സമയത്ത് തൻ്റെ അമ്മ ഇത് കാണുകയും കൈയോട് പൊക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ അമ്മ ജോസഫിനെ അടുത്തിരുത്തി ഈ ചാനൽ വെച്ചുകൊണ്ട് തന്നെ ജോസഫിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ അമ്മയ്ക്കുള്ളതൊക്കെ ഇവർക്കുള്ളൂ. ആ വേർഡ് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം ആ ഒരു മകനെ തിരുത്താൻ അതിലും വലിയൊരു ലൈൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നും പറഞ്ഞു കൊടുത്ത് കാണില്ല. ഈ ഒറ്റ വേർഡിലാണ് അദ്ദേഹത്തിന് ആ ഒരു കാര്യം മനസ്സിലായെന്നാണ് പിന്നീടുള്ള വീഡിയോസിലൊക്കെ പറയുന്നത്. ഈ ജോസഫ് തന്നെ പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു ബുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ബുക്കിലെ കഥ പറയുകയാണ്. ബുക്കിന്റെ പേര് വാതിൽ എന്നാണ്. അതിന്റെ ഒരു ഉള്ളടക്കം, അതിന്റെ സാരാംശം എങ്ങനെയാണ്, പണ്ട് കാലങ്ങളിൽ ആട് മേയ്ക്കാൻ ആട്ടിടയന്മാർ മരുഭൂമിയിലേക്കൊക്കെ പോകും. കുറെ ദൂരങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രി എപ്പോഴും തൊഴുത്തിലെത്തിയെന്ന് വരത്തില്ല. അപ്പൊ രാത്രി കാലങ്ങളിൽ ഈ ആടുകളെ, ഈ ഇടയരെ അവര് ഏതെങ്കിലും ഗുഹകളിലൊക്കെ ആയിരിക്കും രാത്രി പാർപ്പിക്കുക. നമുക്കറിയാം ഗുഹകൾക്കൊന്നും വാതിലില്ല, ചെറിയൊരു ഓപ്പണിങ് മാത്രമേ ഉള്ളൂ. ഈ ആട്ടിടയൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പണിങ്ങിൽ വട്ടം കിടക്കും. അതായത് ഇങ്ങനെ കിടക്കുമ്പോൾ അകത്തുള്ള ആടുകൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇടയനാണ് അവിടെ ഉള്ളത്. പുറത്തുനിന്നുള്ള ഏതെങ്കിലും വന്യമൃഗങ്ങൾ അകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ ഈ ആട്ടിടയനെ കീഴ്പ്പെടുത്തണം. ഇതിന് അദ്ദേഹം നമ്മുടെ പാരന്റിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അത് വളരെ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് കാണുമ്പം അത് തിരുത്തി കൊടുക്കുമ്പം ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ വരും, ചില വിഷമങ്ങളൊക്കെ വരും. പക്ഷെ അവിടെ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് അവർ വളർന്ന് വലുതാവുമ്പം ഒട്ടും തിരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് മാറും. ഈ പാരന്റിങ്ങിൽ ഈ മക്കളെ തിരുത്തുക എന്നൊക്കെ പറയുന്നത് ഒരു തരം വട്ടം കിടക്കലാണ്, സ്നേഹം കൊണ്ടുള്ള വട്ടം കിടക്കൽ. അങ്ങനെ കിടക്കുമ്പോൾ പിന്നീട് അങ്ങനെ സ്നേഹത്തോടെ വട്ടം കിടക്കാൻ സാധിക്കുമ്പോൾ പിന്നീട് മക്കൾക്ക് ആ അപ്പനെയോ അമ്മയോ മറികടന്ന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയൊക്കെ മക്കൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ സമയം കഴിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പം നല്ലൊരു പാരൻറ്റിങ്ങിൽ കുറേയൊക്കെ നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യപ്പെടാം എന്ന് തോന്നി. വീഡിയോ കണ്ട സങ്കടത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറേ നാളിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിലൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു.